സ്ഥാനാരോഹണത്തിന് ശേഷം അമേരിക്കയിൽ നടപ്പാക്കുന്ന തീരുമാനങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണമാണ്. ഒരു വിഭാഗം പറയുന്നത് ട്രംപിൻ്റേത് മണ്ടൻ തീരുമാനങ്ങളാണെന്നാണ്. കോർപ്പറേറ്റ് മേഖല കൈയടക്കാനുള്ള മസ്കിന്റെ പ്ലാൻ നടപ്പാക്കുന്ന യന്ത്രമായി ട്രംപ് മാറിയെന്ന് മറ്റൊരു വിഭാഗവും ആരോപിക്കുന്നു. അമേരിക്കൻ സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ട്രംപ് ഭരണകൂടം ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മുഖ്യ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ലോക കോടീശ്വരനായ ഇലോൺ മസ്ക്. കഴിഞ്ഞ ദിവസം സമിതിയുടെ യോഗത്തിനു ശേഷം പ്രസിഡന്റ് ട്രംപുമൊത്ത് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയിരുന്നു. വൻ ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതടക്കമുള്ള നിർണായക തീരുമാനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവുകളിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവച്ചു. പിരിഞ്ഞുപോകുന്ന ഓരോ 4 ജീവനക്കാർക്കും പകരം ഒരു ജീവനക്കാരനെ നിയമിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ഇത് സംബന്ധിച്ച ഉത്തരവ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഒപ്പുവയ്ക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല. വൻതോതിലുള്ള ശമ്പളം വാങ്ങിയിരുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഒരു തരത്തിലും അതിനുള്ള ഫലമുണ്ടായില്ലെന്ന കാര്യം മസ്ക് ചൂണ്ടിക്കാട്ടി. ഇവർക്ക് ഫലപ്രദമായി പണം നിക്ഷേപിക്കാൻ അറിയാമായിരിക്കുമെന്നും അദ്ദേഹം കളിയാക്കി പറഞ്ഞു. മസ്കിന്റെ അഭിപ്രായത്തെ പിന്താങ്ങിയ ട്രംപ് ആകട്ടെ ഇത്തരം പരാജയപ്പെട്ട വ്യക്തികളെ ഉദ്യോഗസ്ഥരായി തുടരാൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിനെ എതിർക്കുന്നവരുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് മസ്ക് പറഞ്ഞത് ജനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് വോട്ട് ചെയ്തത് എന്നാണ്. തനിക്ക് വിമർശകർ ഉണ്ടെന്ന കാര്യം വിശ്വസിക്കാൻ പ്രയാസമാണെന്നും മസ്ക് കൂട്ടിച്ചേർത്തു. നേരത്തെ അമേരിക്കൻ ട്രഷറിയുടെ സുപ്രധാന ചുമതല ട്രംപ് മസ്കിന് കൈമാറിയതിലും പലരും പ്രതിഷേധമുയർത്തിയിരുന്നു. ഭരണകാര്യങ്ങളിൽ തങ്ങൾ അതിവേഗം മുന്നോട്ടു പോകുകയാണെന്നും അതിലെന്തെങ്കിലും പിഴവ് പറ്റിയാൽ തിരുത്തുക തന്നെ ചെയ്യുമെന്നും മസ്ക് വ്യക്തമാക്കി. അതിനിടെ അമേരിക്കയിൽ നിന്ന് ഗസയിലേക്ക് 50 ദശലക്ഷം ഗർഭനിരോധന ഉറകൾ കയറ്റി അയച്ചു എന്ന വാർത്ത മസ്ക് വാർത്താ സമ്മേളനത്തിൽ നിഷേധിക്കുകയും ചെയ്തു. അതിനിടെ മസ്കിന് നേരിട്ട തിരിച്ചടിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും വന്നു. US പൗരന്മാരുടെ വ്യക്തിവിവരങ്ങൾ അടങ്ങിയ ട്രഷറി വകുപ്പ് രേഖകൾ ശേഖരിക്കാനായിരുന്നു ഇലോൺ മസ്കിന്റെ ശ്രമം. ഈ നടപടി കോടതി തടഞ്ഞിരിക്കുകയാണ്. മസ്കിന്റെ അധികാര പരിധിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പാണ് ലക്ഷക്കണക്കിന് US പൗരന്മാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സാമൂഹിക സുരക്ഷാ വിവരങ്ങളും അടങ്ങുന്ന രേഖകൾ ശേഖരിക്കാൻ നടപടി തുടങ്ങിയത്. വ്യാപക പ്രതിഷേധമുയർത്തിയ ഈ നീക്കം US ഡിസ്ട്രിക്ട് ജഡ്ജി പോൾ എ എംഗൽമേയറാണ് തടഞ്ഞത്. ട്രംപ് ഭരണകൂടത്തിന്റെ അനാവശ്യ ചെലവുകൾ കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനാണ് എഫിഷ്യൻസി വകുപ്പ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യം ദുരുപയോഗം ചെയ്ത് പൗരന്മാരുടെ വിവരങ്ങൾ മസ്കും കൂട്ടരും തട്ടിയെടുക്കുകയാണെന്ന ആരോപണമാണ് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 19 അറ്റോർണി ജനറൽമാർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി ഉത്തരവ്.